ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തിനായിരുന്നു വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സാധനം ഞാൻ ചെയ്യാൻ പോവാണ്. എന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുടി മുറിക്കാൻ പോവുകയാണ്. ഭയങ്കരം തന്നെ. കുറേ നാളെ എൻ്റെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. വളരുന്നില്ല, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതുകൊണ്ട് ഞാൻ ഓർത്തു എന്തായിരുന്നു വെട്ടിയേക്കാം എന്ന് ഓർക്കുന്നു. എനിക്കിതിനെക്കുറിച്ച് ഒരു പിടുത്തമില്ല. പക്ഷേ എനിക്കിപ്പോൾ കടയിൽ കൊണ്ട് വെട്ടാനുള്ളൊരു മൂടുമില്ല, താല്പര്യമില്ല. ഞാൻ അങ്ങനെ വെട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഓർത്തു എന്തുകൊണ്ട് ഞാൻ തന്നെ വെട്ടിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ എന്നാൽ വെട്ടിയിട്ട് തന്നെ കാര്യം. നമുക്കിന്ന് എൻ്റെ മുടി വെട്ടാൻ പോകും. അപ്പോൾ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ചിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കത്രിക എടുത്തിട്ടുണ്ട്. തൽക്കാലം എൻ്റെ ഇതേ ഉള്ളൂ. ഇത് വെച്ച് മുറിയൊന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ മുടി വെട്ടാൻ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെട്ടി വെച്ച മുടിയാണെങ്കിൽ അഴിച്ചിടണം, അല്ലെങ്കിൽ വെട്ടാൻ പറ്റില്ല. താങ്ക് യു. അപ്പോൾ നമുക്കിത് മുടിയുടെ ചെടയൊക്കെ ഒന്ന് കളയാം. ഓക്കെ, ഞാൻ കളഞ്ഞിട്ട് വരാം. മൈ ഗോഡ്, മൊത്തം ഞാൻ മുട്ട അടിച്ചാലോ നല്ലത്. ഒന്നുകൂടി നല്ല കുഴിച്ചിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് പോലെ എൻ്റെ സൗണ്ടിൽ എന്ത് പറ്റിയെന്ന് വിചാരിച്ചാലും സൗണ്ട് പോയി ഗൈസ്. സൗണ്ട് മൊത്തത്തിൽ പോയി ഗൈസ്. എന്ത് ചെയ്യാം? അപ്പോൾ അങ്ങനെ വലിയ ചെടി ഉണ്ടാകുന്നില്ല, എന്നാലും ഉള്ളത് ഞാൻ അങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടയുടെ മുടിയൊക്കെ കളഞ്ഞു. സോറി, മുടിയുടെ ചെടയൊക്കെ കളഞ്ഞു. കുഴപ്പമില്ല, കുഴപ്പമില്ലല്ലേ വേണോ? അപ്പോഴും ഞാൻ നടുവൊക്കെ ഇച്ചിരി എടുത്തു ഗൈസ്. നടുവൊക്കെ ഇച്ചിരി എടുത്തു. ചെടി ഒന്നുമില്ല, ഇനി പുറകിൽ നിന്നൊരു നടുവ് ഇച്ചിരി എടുത്തേക്കാം. നമുക്ക് വെറുതെ ഇരിക്കട്ടെ. വലിയ കുഴപ്പമില്ലല്ലേ? വെട്ടണം, വെട്ടി കളവാക്കണം. എന്തായാലും ഞാൻ മുതിർന്നതിലേക്ക് വെട്ടേക്കാം. പക്ഷെ എനിക്ക് ഒത്തിരി വെട്ടണമെന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയില്ല, അടിഭാഗം ഇങ്ങനെ ഇടയ്ക്ക് വെട്ടി കൊടുക്കണം, മുടിക്ക് വളർച്ച ഉണ്ടാവുമെന്നൊരു വിശ്വാസത്തിൽ ഞാനങ്ങനെ വെട്ടാൻ നോക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എൻ്റെ മുടിക്ക് അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഏതാ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്കറിയത്തില്ല. എൻ്റെ മുടി എപ്പോഴും എടുത്തത് തന്നെ ചേച്ചിയാട്ടോ. ഈ നേരത്തെ ഞാൻ ചേച്ചിയെ നന്നായിട്ട് സ്മരിക്കുന്നു. ചേച്ചി എന്തെങ്കിലുമൊക്കെ പുതിയ ഹെയർ സ്റ്റൈൽ വെട്ടിത്തരാം എനിക്ക്, അതെനിക്ക് ഇഷ്ടാവുകയും ചെയ്യും. അങ്ങനെ ഞാൻ മുടി വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുടി വെട്ടാം. പക്ഷെ ഇതിപ്പോൾ എങ്ങനെയാണ് വെട്ടാ? നമുക്ക് ഇങ്ങനെ കിടക്കുന്ന സാധനം വെട്ടിക്കളയല്ലേ? അത് മതി, അതൊക്കെ മതി. അപ്പോൾ രണ്ട് സൈഡിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടിൽ എനിക്കാണ് ഉദ്ദേശിച്ചത്. ഇത് ഞാൻ പിന്നെ കൂടെ വെക്കും. ഇതെന്താണ് ഇങ്ങനെ കിടക്കുന്നത്? സത്യടിയാണ്. നമുക്കിനി എല്ലാവരും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ബുഷിടാം. ബുഷല്ല, ബാൻഡിടാം. ബാൻഡിട്ട് നമുക്ക് ഒരു ഇത്രയും ബുഷ് കൂടി ആയിരിക്കട്ടെ. അത് മതി, അതിനുള്ളതൊക്കെ മതി. ഇതെന്തിനാണ് ഈശ്വര? എനിക്ക് പേടിയാണ്, ടെൻഷനാണ്. അപ്പോൾ ഈശ്വര ചേച്ചി ഇടവെട്ടം പോട്ടോ. എനിക്കെൻ്റെ മൂളിനുള്ള തോഴ പോയിട്ടുണ്ട്. തൽക്കാലം മൂള് വെട്ടാം. അമ്മേ മുറിയുന്നില്ല പൈസ. അയ്യോ, എൻ്റെ ബുഷ് മുറിഞ്ഞു പോയി. സോറി, ഞാൻ ബുഷാണ് കഴിച്ചത്. യെസ് ഇറ്റ്സ് കമ്മിങ്. ഒത്തിരി ഓടിപ്പോയോ? അയ്യോ, കുറഞ്ഞു പോയി. പിന്നെ നമുക്ക് ഇത് നോക്കാം. മരുന്നെടുത്ത് ചേർന്ന് കാവിലെ മേക്കാത്തോടെ. അയ്യോ, ഇത് കറക്റ്റുണ്ട്. ഉഷരട്ടെ. അയ്യോ, പിന്നെ ഇത്രയും മുടി പോയി. നോക്കട്ടെ. വലിയ കുഴപ്പമില്ല, സക്സസ് വെച്ചാൽ അത് ഒത്തിരി കുറഞ്ഞു പോയോ? യെസ്, സക്സസ്ഫുൾ. ബാക്കി വലിയ കുഴപ്പമില്ല.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നേരെയാണല്ലോ അല്ലേ? ആണല്ലേ പറയാവുള്ളൂ. യെസ്. അപ്പോൾ എൻ്റെ ഹെയർ കട്ടങ്ങ് ശരിയായി. കൊള്ളാം. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത്രയും കുളമായില്ല. ഇനിയിപ്പോൾ വളരുമായിരിക്കും. നമ്മളിപ്പം മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ എണ്ണ വെക്കണമെന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് എണ്ണ വെക്കുമായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ. പിന്നെ ഈ മുടി ഞാൻ കുഴിച്ചിടാൻ ഇപ്പം എനിക്കൊരു വഴിയില്ല. നമ്മൾ വെട്ടിയ മുടി കുഴിച്ചിടാനൊക്കെ പറയാറുണ്ട്. കുഴിച്ചിടാൻ എനിക്കൊരു വഴിയില്ല. അപ്പോൾ നമുക്കിത് കൊണ്ടേ കളയാം. അതേ വഴിയുള്ളൂ. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇങ്ങോട്ടിട്ട് വയ്ക്കാമല്ലോ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത രീതിക്ക് കട്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.